സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്താണുള്ളത്. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 10:30 മുതൽ 12:30 വരെയാണ് മുഖാമുഖം പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ഗോകുൽ രമേശ് വളരെ വ്യക്തമായി പറഞ്ഞു തരും. ഗോകുലുണ്ട് നമുക്കിപ്പം. ഗോകുലെ, ഗുഡ് മോർണിംഗ്. ഇന്ന് പരിപാടിയൊക്കെ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? പരിപാടികൾ നേരത്തെ മുതൽ തന്നെ കോട്ടയം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ജില്ലയിലേക്ക് എത്തുകയാണ്. മുഖാമുഖം പരിപാടിയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇതുമായി ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 10:30 മണി മുതൽ 12:30 മണി വരെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ടാവുക. കോട്ടയം ഈരയിൽ കടവിലെ ആൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ ജില്ലയിലെ വിവിധ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതായത് വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് മേഖലകളിൽ വിവിധ മേഖലകളിലുള്ള വേണ്ട നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും പ്രധാനമായിട്ടും ഈ 2 മണിക്കൂറിൽ മുഖ്യമന്ത്രി ഈ പ്രമുഖരുമായിട്ട് നടത്തുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകും ആ പരിപാടിയുടെ. അതിനുശേഷമായിരിക്കും കൂടിക്കാഴ്ചയിലേക്ക് കടക്കുന്നുണ്ടാവുക. ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾക്ക് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവസരമുള്ളത്. ഈ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രതിനിധികളായും ഈ യോഗത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് അവരുടെ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അത് ക്രിയാത്മകമായി അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ രീതിയിൽ മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ആളുകളെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 10:30 മണി മുതൽ 12:30 മണി വരെയുള്ള 2 മണിക്കൂറിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും കോട്ടയത്ത് നാഗമ്പടം മൈതാനത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയിലുമൊക്കെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ സംഗമവും അവരുടെ ആദരിക്കൽ പരിപാടിയുമൊക്കെ ഓരോ ദിവസവും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആശാ വർക്കർമാരെ ആദരിക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു. 100-ലധികം ആശാ വർക്കർമാർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ ഹരിതകർമ്മ സേന പ്രവർത്തകരെ ആദരിക്കുന്ന പരിപാടി. അത്തരത്തിൽ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ താഴേക്കിളയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അവിടെ എത്തിച്ച് ആദരിക്കുന്നു. അത്തരത്തിലൊരു വലിയ വിപുലമായിട്ടുള്ള കാര്യപരിപാടികളോട് കൂടി തന്നെയാണ് ഈ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി കൂടി നേരിട്ടെത്തുന്നതോടുകൂടി ആ ആഘോഷ പരിപാടികൾക്ക് കൂടുതൽ മിഴിവേകുമെന്നുള്ളത് കാര്യം ഉറപ്പാണ്. ഒപ്പം മറ്റ് സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഒക്കെ ഇതിനോടനുബന്ധമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് ഇന്ന് നടക്കുന്ന പരിപാടിയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരിപാടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ഗോകുൽ, ശരി. അപ്പോൾ കോട്ടയത്താണ് ഇന്ന് സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളൊക്കെ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ഗോകുൽ രമേശ്.